السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സയ്യിദന്മാർ, ഉസ്താദുമാർ, ഇങ്ങനെ ഒരു സംഗമം കൂടേണ്ടി വരുമെന്ന്, പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സംഗമിക്കേണ്ടി വരുമെന്ന് നമ്മളാരും കരുതിയതോ വിചാരിച്ചതോ അല്ല. അല്ലാഹുവിൻ്റെ വിധി എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അന്നിലായ ശൈഖുന ജസദിയായി നമ്മിൽ നിന്ന് ഭൂമുഖത്തു നിന്ന് മാറി നിന്നു എന്ന് മാത്രം. എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാനും ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കാനും ആഖിറം രക്ഷപ്പെടാനും ഒക്കെയുള്ള എല്ലാ വഴികളും നമ്മുടെ മുമ്പിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് വന്ദ്യരായ ശൈഖുന നമ്മിൽ നിന്ന് നീങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, സിം എന്ന ഒരു സംവിധാനം വന്ദ്യരായ ശൈഖുന കേരളക്കരയിൽ കൊണ്ടുവന്നപ്പോൾ അതിനു മുമ്പ് വരെ കൂട്ടമായി ആർക്കെങ്കിലും ഒരു അസ്മാവ് പഠിക്കണമെങ്കിലോ ഒരു ആത്മീയ ചികിത്സ പഠിക്കണമെങ്കിലോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അത്തരം വിഷയങ്ങൾക്ക് ഒരു ഇജാസത്ത് ലഭിക്കണമെങ്കിലോ ആരുടെയെങ്കിലും ഒക്കെ അടുക്കൽ പോയി ദിവസങ്ങളോളം കാത്തിരുന്നാൽ, മാസങ്ങൾ നിന്നാലും വർഷങ്ങൾ നിന്നാലും എന്തെങ്കിലും ഒരു ഇജാസത്ത്, ഏതെങ്കിലും ഒരു അമലിന്റെ ഒരു ഇജാസത്ത് കൊടുത്തുവിടും. വീണ്ടും വർഷങ്ങളോളം പിന്നാലെ നടക്കുമ്പോൾ ഒന്ന് കിട്ടും. ഈ രൂപത്തിൽ ആത്മീയ ചികിത്സ പലരിൽ നിന്നും കൈമാറി വന്നു. എങ്കിലും ഒരു പ്രത്യേക തർത്തീബോ ഓർവയോ ഒന്നുമില്ലാതെ കിട്ടിയത് കിട്ടി, അവസാനം ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടി അല്ലെങ്കിൽ കിതാബ് കൊടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു കൈമാറി വന്നിരുന്നതെങ്കിൽ പലപ്പോഴും അതൊന്നുമല്ലെങ്കിൽ വലിയ ചികിത്സാരികളായ ചികിത്സ നടത്തുന്ന ആളുകൾ അവരെ മരണശേഷം മക്കള് പെട്ടെന്നുള്ള മരണമായിരിക്കും, ആ കിതാബുമായിട്ട് പിന്നെ അവർ ചികിത്സ തുടങ്ങുന്നു. ഈ ഒരു രൂപത്തിൽ കേരളക്കര ചികിത്സാ സംവിധാനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് അതോടൊപ്പം തന്നെ അനർഹരായ ആളുകൾ ഇത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു എന്ന് ശൈഖുനായുടെ യാത്രക്കിടയിൽ ഉസ്താദിന് ബോധ്യപ്പെട്ട ഒറ്റ കാരണം കൊണ്ടാണ് സിം പിറവിയെടുക്കുന്നത്. നമുക്കറിയാം, ഉസ്താദ് പലപ്പോഴും ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചതാണ്. മുസ്ലിം അല്ലാത്ത ആള് ഇസ്മിന്റെ പണിയെടുക്കുന്നു എന്ന് കേട്ടപ്പോ ഇനി ഇത് എടുക്കേണ്ട ആളുകൾ തന്നെ അത് എടുക്കണം എന്നതുകൊണ്ടാണ് ഒന്നിരായ ഉസ്താദ് ഒരൊറ്റ ടൈറ്റിലാണ് വെച്ചത്, പണ്ഡിതന്മാർക്ക് ആത്മീയ ചികിത്സ പഠിപ്പിക്കാമെന്നത്. അത് തന്നെയാണ് ഒന്നിരായ ശൈഖുനിയുടെ വിജയവും. ഒരു പണ്ഡിതനാകുമ്പോൾ ഒരു സമൂഹമായിരിക്കും അവിടുത്തെ പിന്നിലുണ്ടാവുക. സാധാരണക്കാരെ ആളുകളിലേക്കാകുമ്പോൾ അത് ആ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതിന് കല്ലും മുള്ളും നോക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ ഒന്നിരായ ശൈഖുന ആദ്യം തന്നെ ഒരു ടൈറ്റിൽ പ്രത്യേകമായി വെച്ചു, പണ്ഡിതന്മാർക്ക് ആത്മീയ ചികിത്സ പഠിപ്പിക്കാമെന്നത്. അൽഹംദുലില്ലാഹ്, കേരള സമസ്തയുടെയും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെയും അതേപ്രകാരം കർണാടക ജമിയത്തുൽ ഉലമയുടെയും തമിഴ്നാട് ജമാഅത്തുൽ ഉലമയുടെയും ഒക്കെ ഉന്നതരായ ആലിമീങ്ങളും മുശാവറ മെമ്പർമാരും ഒക്കെയാണ് വന്ദ്യരായ ശൈഖുന ഇത് പഠിപ്പിച്ചു കൊടുത്ത് തന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതും സന്തോഷിക്കാവുന്നതുമാണ്. ഏതെങ്കിലും സാധാരണ ഒരു ഉസ്താദിലേക്ക് എത്തിക്കുക എന്നുള്ളത് പകരം നമുക്കറിയാം, കേരളക്കരയിലെ സമസ്തയുടെ മുശാവറ മെമ്പർമാർ പലരും ഫേസ് 1ഉം ഫേസ് 2ഉം ശൈഖുനയിൽ നിന്ന് ക്ലാസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കർണാടക ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർമാർ കരസ്ഥമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് ജമാഅത്തുൽ ഉലമയുടെ നേതാക്കൾ, പണ്ഡിതന്മാര് ശൈഖുനയുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ ഉന്നതരായിരിക്കുന്ന ആലിമീങ്ങളിലേക്കാണ് വന്ദ്യരായ ശൈഖുന ഇത് കൈമാറിയിരിക്കുന്നത്. പക്ഷേ എന്തിനെന്ന് വെച്ചാൽ ശൈഖുന ഇതൊക്കെ നമ്മൾക്ക് നൽകി. കാരണം എന്ത്? വന്ദ്യരായ ശൈഖുന ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായി എന്നത് മാത്രമാണ് ഇതൊക്കെ നമ്മിലേക്ക് കിട്ടാനൊരു കാരണമായിരിക്കുന്നത്. എന്തിനേറെ എപ്പോഴും ജീവിതത്തിൽ തൃപ്തിയില്ലാതെ ഒരു പ്രത്യേക രൂപത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പറ്റം ആളുകളെ ഏകദേശം ഒരു റൂട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവറാദിലേക്ക് അസ്മാഉൽ ബദറും ഹിസ്ബുൽ ബഹറും ഹിസ്ബുൽ നസ്റും ഹിസ്ബുൽ റിഫായും ഒക്കെ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുകയും കാണുകയും ഇജാസത്ത് പലപ്പോഴും കിട്ടുകയും ഒക്കെ ചെയ്തിരുന്ന പലരും അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചൊല്ലി തീർക്കുന്നതിന് പകരം ഒരാൾ സുബഹിയാകുമ്പോഴേക്ക് ആ ഉസ്താദിന്റെ മനസ്സിലേക്ക് വരുന്നു, ഇരുന്ന് രാവിലെ ആകുമ്പോൾ അസ്മാഉൽ ഹുസ്ന ചെല്ലണം, അസ്മാഉൽ ബദർ ചെല്ലണം, ഹിസ്ബുൽ ബഹർ ചെല്ലണം, ഹിസ്ബുൽ റിഫായി ചെല്ലണം. ഈ ഒരു തർത്തീബിലേക്ക് 5 വക്ത നിസ്കാരം സലാം വീട്ടി കഴിയുമ്പോഴേക്ക് അസ്മാഉൽ ഹുസ്ന ചെല്ലാത്ത ഒരാളുമില്ല. ഇന്ന് കേരളക്കരയിൽ നിങ്ങൾ നോക്ക്, അല്ലെങ്കിൽ തമിഴ്നാടും കർണാടകയുടെ ഒക്കെ എടുക്കുമ്പോൾ
ആയിരക്കണക്കിനായ ആളുകൾ ഓരോ 5 വക്ത് നിസ്കാരം നടക്കുമ്പോൾ ആ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും അസ്മാഉൽ ഹുസ്ന ചെല്ലുകയാണ്. കാരണക്കാരൻ വന്നിരായ ശേഖരയാണ്. ഇസ്മാഉൽ ബദർ ഓരോ ദിവസവും 2 നേരം വെച്ച് ആയിരക്കണക്കിന് ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുൽ ബാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഹിസ്ബുൻ നസ്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഹിസ്ബുൽ റിഫായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ശുഹദാ ബദർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണം വന്നിരായ ശേഖുന നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വന്നിരായ ശേഖുന ജസ്ദിയായി നമ്മിൽ നിന്ന് മാറിയെങ്കിലും അവിടുത്തെ സ്ഥാപനം നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വന്നിരായ ശേഖുന ഈ സിം എന്നുള്ള ഒരു സംവിധാനം നമുക്കിത് പഠിപ്പിച്ചു തരാനുള്ള കാരണം തന്നെ ഈ ഒരു സ്ഥാപനമായിരുന്നു. സ്ഥാപനത്തിന്റെ ബാധ്യത വരുമ്പോഴാണ് ഉസ്താദ് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഉസ്താദിന് ഒരാളെടുത്ത് പോയി പൈസ ചോദിക്കാനോ പിരിവ് ചോദിക്കാനോ ഉസ്താദിന് വശമല്ല. ചോദിക്കാൻ ഒറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ, തരുടാ ഉണ്ടോടാ, ഒറ്റ ചോദ്യം. അല്ലാതെ നമ്മൾ സാധാരണ ഒരു റസീവർമാരാകുമ്പോൾ ഒരു പിരിവിന് ചെല്ലുമ്പോൾ ഒക്കെ ചോദിക്കുന്ന ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദിന് അതൊന്നും വശമല്ല. ചിലപ്പോൾ യാത്രയിൽ ചിലപ്പോൾ വലിയ ആളടുത്തേ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവരും ആദരിച്ചും ചെല്ലുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന് ശൈലി ഉണ്ട്. നമ്മൾ ഉസ്താദിനോട് പറയും അങ്ങനെ എനിക്കതൊന്നും അറിയാം, എൻ്റെ ശൈലി ഇതേ അറിയുള്ളൂ. വലിയൊരാൾ, ആളെ പേരൊന്നും പറയണ്ട. അപ്പോൾ ആളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആളെ കാണാനും നോക്കാനും ഒക്കെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ പറയാ ഇരിക്കടാ അവിടെ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. ഒറ്റ വാക്കാണ്, ഇവർ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. ഏത് ഉസ്താദിനോട് പറയുമ്പോൾ പറയും അതൊക്കെ നിങ്ങൾ പിരിവ് നടത്താണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റൂട്ടൊക്കെ എനിക്കറിയുള്ളൂ. ഇത് പിരിവൊന്നും എനിക്കറിയില്ല, എനിക്കറിയുന്ന സ്വഭാവം ഇതാണ്, ഞാൻ പറയേണ്ടത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതെ, ഇതാണ് ഉസ്താദിന്റെ ശൈലി. അതേ സമയത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ ഉസ്താദിന്റെ ശൈലി കാണുമ്പോൾ ഗൗരവമുള്ളൊരു പ്രകൃതിയായിട്ടാണ് ഉസ്താദിനെ പലപ്പോഴും വല്ലാതെ മനസ്സിലാക്കിയിരിക്കുക. ഉസ്താദിനോട് അടുക്കും തോറും അടുത്തവർക്കറിയാം ഒരു കുട്ടിയുടെ അഥവാ ചെറിയൊരു കുട്ടിയുടെ ഒരു മനസ്സ് പോലും ഉസ്താദിനില്ല. അത്ര ചെറിയ രൂപത്തിൽ അഥവാ കുട്ടികളോടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സമയം ദീർഘിപ്പിക്കുന്നതാണ്. പലപ്പോഴും ഉസ്താദ് എന്തെങ്കിലും വിഷമുണ്ടെങ്കിലും ചിലപ്പോൾ ഫോൺ വിളിക്കലുണ്ടാവും. അപ്പൊ ചിലപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ സാധാരണ ഉസ്താദ് 1-2 വാക്ക് കഴിഞ്ഞാൽ നിർത്തുന്നവരെ നമുക്കറിയാം. 1-2 വാക്ക് കഴിയുമ്പോൾ അപ്പം ഫോൺ കട്ടാക്കും. ചില സമയത്ത് ഉസ്താദ് വിളിച്ചിട്ട് മണിക്കൂറുകൾ സംസാരിക്കാറുണ്ട്. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഭാര്യ ചോദിക്കും, ഞാൻ ഉസ്താദ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങോട്ട് മറുപടി പറയുമ്പോൾ പറയും ഉസ്താദിന് ഉറങ്ങണ്ടി നിങ്ങൾ ഫോൺ വെക്കുന്നില്ല ചോദിക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചോളൂ. പിന്നെ ചിലപ്പോൾ ഉണ്ടാവും ചെറിയ കുട്ടി, എൻ്റെ മോനുണ്ട്, മോനൊക്കെ വിളിച്ചിട്ട് മോന്റെ കയ്യിൽ ഫോൺ കൊടുപ്പിച്ചിട്ടൊക്കെ ഫോനോടൊക്കെ കളി തമാശ പറയുന്നു. ഇങ്ങനെ ഒരു ഉസ്താദിന്റെ ശൈലിയുണ്ട്. അതോടൊപ്പം ഏത് സമയത്താവട്ടെ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴാകട്ടെ ഒരു ചെറിയ രൂപത്തിൽ പോലും ഉസ്താദിനല്ല, നമ്മൾ ഉസ്താദിനെ ആദ്യം ഖിദ്മത്ത് എടുത്ത് നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നാണ് ഉസ്താദ് നോക്കുക. നമുക്ക് ഭക്ഷണത്തിന് എന്താ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളെ ഭക്ഷണമായിരിക്കും ഉസ്താദ് ആദ്യം നോക്കിയിരിക്കുക, നമ്മളെ ഉറക്കമായിരിക്കും നോക്കിയിരിക്കുക. ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ യാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദ് ചിലപ്പോൾ അവിടുന്ന് തിരുവനന്തപുരം ആ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് പറയും, ചേർത്തല കഴിയുമ്പോൾ വിളിച്ചാൽ ഇവിടെ കോളേജിലേക്ക് വിളിച്ച് പറയുന്നത് റൂമിൽ, ഇപ്പോൾ ഈ റൂമിൽ ഗസ്റ്റ് റൂമായിരുന്നു, AC ഇട്ട് വെക്കാൻ പറയും. മോൻ വരുമ്പോൾ ക്ഷീണാവും, അപ്പോൾ കടക്കേണ്ടിയിരുന്നത്. ഇതാണ് ഉസ്താദിന്റെ ശൈലി. ഉസ്താദ് കാല് നീര് വന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ കാല് വണ്ടിയിൽ നിന്ന് ഇറക്കി നമ്മൾ എടുത്തു വെക്കേണ്ട അവസ്ഥയാണ് ഷേഖനാക്ക് ഉണ്ടാവുക. പക്ഷെ ഒപ്പം പോകുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ, ഭക്ഷണത്തിന് വേണ്ടി കയറി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് താല്പര്യം ഉണ്ടാവുക എന്നറിയും. ഉസ്താദ് അത്തരം ഫാസ്റ്റ് ഫുഡുകളൊന്നും കഴിക്കാത്തവരായിരിക്കും എന്നറിയാം ഉസ്താദ്. പക്ഷെ ഒപ്പം അവരൊക്കെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഉസ്താദ് പൊറോട്ട കഴിക്കും, റോസ്റ്റ് അല്ലെങ്കിൽ റോസ്റ്റും കഴിക്കും, അൽഫാമാണെങ്കിൽ അതും. എല്ലാം എന്തിനു വേണ്ടിയിട്ട്? ഷേഖുനാക്ക് വേണ്ടിയിട്ടല്ല. ഒപ്പമുള്ള യാത്ര ചെയ്യുന്ന ഒപ്പമുള്ള ആളുകൾ, കുട്ടികൾക്ക് എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും, അത് ഉസ്താദ് കഴിക്കുകയാണ്. ഈ രൂപത്തിൽ ഉസ്താദിന്റെ വേറൊരു മുഖമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. സവനപ്പ് ഉസ്താദ് കുടിക്കുന്ന ആളല്ല, താല്പര്യമില്ല, ഉസ്താദ് പറയും കിഡ്നി പോകുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരാണ്, യാത്ര കഴിഞ്ഞാൽ അപ്പോൾ അത് കുടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? എന്താ പക്ഷേ സവനപ്പ് വാങ്ങണില്ലേ? എന്തിനേറെ ലെയ്സ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലെയ്സ് വരെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? ശരിക്കും വാങ്ങി തിന്നതിന് 2 ഉസ്താദ് തിന്നു. ബാക്കി നമുക്ക് ആവശ്യം ഉണ്ടാവും ഉസ്താദ് എന്നറിയാം. ഈ രൂപത്തിൽ അഥവാ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും കുറവ് ആവശ്യങ്ങളുണ്ടോ, അപ്പോൾ ഉസ്താദിന് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുമോ എന്നാണ് ഉസ്താദ് ചിന്തിക്കാറുള്ളത്. ഓരോ സമയവും എന്തൊക്കെ വിഷയങ്ങളാകട്ടെ എല്ലാം ഉസ്താദ് ഇങ്ങനെ കുട്ടികളെ പോലെ, കുടുംബ വിഷയങ്ങളാവട്ടെ, മക്കളെ വിഷയങ്ങളാകട്ടെ, ഭാര്യ വിഷയങ്ങളാകട്ടെ, എല്ലാം ഓരോന്നും ചോദിച്ചറിഞ്ഞ് അതിനൊക്കെ ആവശ്യമായത്. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും വിഷമുണ്ടോ, നമ്മൾ പലരും പറഞ്ഞിട്ടില്ലേ, ആ സമയത്ത് വിഷമിച്ചാൽ നമ്മൾ ഇരിക്കുന്നെങ്കിൽ അപ്പോൾ ഉസ്താദിന്റെ ഫോൺ വരും, എന്തേ മോനെ ചോദിക്കും.
അത് അവിടുന്ന് നമ്മളെ കൽബ് അറിയുന്നത് കൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഹമ്മ് നമുക്കുണ്ടോ, ചിലപ്പോൾ കാണാം ഉസ്താദ് വന്നിട്ട് പിറ്റേന്ന് ഞാനും വിളിക്കുമ്പോൾ ചിലപ്പോൾ രാത്രി തന്നെ ഉസ്താദ് വിളിക്കും, എന്തേ പറ്റി, എന്താണ് വിഷയം. ഇങ്ങനെയാണ് ഒന്നരായ ഉസ്താദ് നമ്മളെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ നീച്ചു ഇതിൽ തന്നെ മുമ്പിൽ കാണുമ്പോൾ ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും. എന്തിനേറെ എന്തെങ്കിലും വശക്കത്തും ഭസ്മവുമായ ശിഷ്യന്മാർ വരുമ്പോൾ അന്ന് രാത്രി തന്നെ ഉസ്താദ് മനാമല് വന്നിട്ട് അത് കാര്യങ്ങൾ പറഞ്ഞു തരും. പിറ്റേന്ന് രാവിലെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ കാട്ടിയെന്ന് ചോദിച്ചു. തലേന്ന് രാത്രി പരിഹാരം ഉസ്താദ് രാത്രി മനാമല് ഒന്ന് പറഞ്ഞു തന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇനിയിപ്പോ പറയാലോ പിറ്റേന്ന് നേരം വെളുത്തിട്ട് വന്ത ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഈ രൂപത്തിലാണ് ഒന്നരാ ശൈബന കൊണ്ട് കിടന്നത്. ചികിത്സക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ തന്നെ ഈ സമയത്ത് എവിടേക്കെങ്കിലും പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഉസ്താദ് എന്ത് ചെയ്യും, ചിലത് ശരിയായിട്ടുണ്ടോ ഇല്ലേ, അത് അപ്പൊ തന്നെ അവിടെ വിളിച്ചിട്ട് പറയുന്നത് ഇന്ന കൂടി ചെയ്തല്ലോ, അത് ശരിയായിട്ടില്ലെങ്കിൽ ശരിയായിട്ടില്ല. ഈ രൂപത്തിൽ നമ്മളെ ഏതൊക്കെ രൂപത്തിൽ നമ്മളെ തർബിയത്ത് ചെയ്യാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ കൊണ്ടു കിടക്കുകയും ഓരോരുത്തർക്കും ആവശ്യമായ സമയത്തൊക്കെ നൽകുകയും നമ്മുടെ ഒപ്പം നിരാശയപ്പ് നടക്കുകയും ചെയ്തു. അത് ആലിമാണ്, സയ്യിദന്മാരെ ആദരിക്കുകയും അതേ സമയത്ത് നമ്മളൊക്കെ ഗൗരവപ്രതികാരനായി കാണുന്നെങ്കിലും എന്തെങ്കിലും കടുത്തൊരു വിഷയം കടുപ്പിച്ച് പറയേണ്ടത്, ആരോടെങ്കിലും കടുപ്പിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ ഉസ്താദ് പറയാലോ, അത് നിങ്ങൾ കൈകാര്യം ചെയ്തോളി, നിങ്ങൾ വേണ്ടും പോലെ പറഞ്ഞോളി, നിങ്ങൾ പറയണത് ഞാൻ തന്നെ പറയണത്. അടുത്ത ഭാഷയിൽ പറയേണ്ട പല വിഷയങ്ങളും പല ആളുകളും പറയേണ്ടി വന്നിട്ടുണ്ടാവും. ഉസ്താദിന് പറയേണ്ട വിഷയങ്ങളായിരിക്കും, ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവില്ല. ക്ലാസ്സിൽ ഉസ്താദിൻ്റെ ആ രൂപമാണെങ്കിൽ കടുത്തു പറയേണ്ടതോ കടുപ്പിച്ചു പറയേണ്ടതോ ഏതെങ്കിലും വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ഉസ്താദ് അങ്ങനെയാണ് പറയാറ്. അപ്പൊ ഈ രൂപത്തിൽ അന്നേരം ശിവൻ നമ്മിൽ നിന്ന് നീങ്ങി നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഏതായാലും അള്ളാഹുവിന്റെ വിധിയാണ്. ഇനി നമുക്കുള്ളത് അവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ആ വിഷയം, നമുക്ക് ഈ സ്ഥാപനം നമ്മെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ശിഷ്യന്മാരായ നമ്മളാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് രൂപത്തിന് ചെലവ് വരുന്നുണ്ട്. അതെങ്ങനെ നടക്കും? സാധാരണ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് റസീവർമാരുണ്ടാവാം, സ്ഥിര വരുമാനങ്ങൾ ഉണ്ടാവാം, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാം. ഉസ്താദ് എന്നൊരൊറ്റ വ്യക്തി മാത്രമായിരുന്നില്ല എല്ലാം. ആ ഉസ്താദിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാം. ഉസ്താദിനെ നമ്മളെ കാണുമ്പോൾ 10 വർഷവും കണ്ടവരും 15 വർഷം കണ്ടവരൊക്കെ ഉണ്ടാവും. ഈ സിമ്മ് തുടങ്ങിയതിനു ശേഷം കണ്ടവരുണ്ടാകാം. ഈ ഒരു സമയത്ത് അന്ന് ഉസ്താദ് ഏത് സ്റ്റേജിലാണ് വഫാത്ത് വരെ ആ രൂപത്തിൽ തന്നെയാണ് ഉസ്താദ് പോയിരിക്കുന്നത്. അന്ന് ഇവിടുത്തെ ആ വീട് അതിലേറെ വലുതാക്കിയിട്ടില്ല. അന്ന് നമ്മൾ കണ്ട അതേ വീട് തന്നെയായിരിക്കും ഇപ്പോഴുള്ളത്. അന്ന് ഉസ്താദ് ഏറ്റവും വലിയ വാഹനമായിരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉസ്താദ് അതേ വാഹനം തന്നെ. ആ ഏറ്റവും വലിയ വാഹനം ഉസ്താദ് അന്നും ഇന്നും വാഹനമുണ്ട്. 1 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 1 സെന്റ് സ്ഥലം ഉസ്താദ് പുതിയത് വാങ്ങിയിട്ടില്ല. ഉസ്താദ് ഒന്നും ദുന്യവിയായിട്ട് ഒന്നും നമുക്ക് ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ക്ലാസ്സിന് ഫീസ് വാങ്ങിയിട്ടുണ്ടാവാം, പുസ്തകത്തിന് ഫീസ് വാങ്ങിയിട്ടുണ്ടാവാം, വിഷയങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. ഓരോന്നിനും വാങ്ങിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അവിടെ വലുതായിരിക്കുന്നത് ഈ സ്ഥാപനം മാത്രമാണ്. അന്ന് മുകളിലത്തെ ഒരു നില കൂടി പിന്നെ ഏത് സമയത്തും എത്ര കാശ് വന്നാലും അത് ചെലവഴിച്ചത് മുഴുവൻ ഇൽമിന്റെ വഴിയിൽ മാത്രമായിരുന്നു. അതിനാൽ ആ ഉസ്താദിന് കിട്ടിയ കാശുകൾ മുഴുവനും ചെലവഴിച്ചിരുന്നത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ നോട്ടം അള്ളാഹു നമുക്ക് മരണം വരെ തുടർന്നും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെല്ലാ വിഷയത്തിലും എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉസ്താദ് മുമ്പിൽ നിന്ന് നീങ്ങി എന്നതുകൊണ്ട് നമ്മളൊക്കെ ചികിത്സ ചെയ്യുന്നവരായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കാം, എഴുതി കൊടുക്കൽ മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. എപ്പോഴും നമുക്ക് ആ കാവലുണ്ടാകണമെങ്കിൽ അത് എപ്പോഴും പറയും, എന്റെ എല്ലാ ഔറാദും എല്ലാ ദുആവും എല്ലാ ഹദാദും കഴിയുമ്പോഴും ഏത് ദുആ കഴിയുമ്പോഴും എന്റെ ദുആ എന്റെ ശിഷ്യന്മാർക്ക് ഒരാൾക്കും ഒന്നും സംഭവിക്കരുത് എന്നാണ് എന്റെ ദുആ. എപ്പോഴും ശൈഖുന പറയും. അതൊക്കെ ഞാൻ തന്നെ പഠിപ്പിച്ചു തന്ന് അങ്ങോട്ട് വിട്ടുപോവുകയാണെങ്കിൽ അപ്പൊ അറിയായിരുന്നു ഇതിന്റെയൊക്കെ രസം. അന്ന് നമുക്കറിയാം പലപ്പോഴും പല ചികിത്സ നടത്തുന്നവർക്കും പല മുസീബത്തുകളും സംഭവിക്കും നമുക്കറിയാൻ കഴിയും. അതിനാൽ ശൈഖുന ശിഷ്യന്മാർക്ക് അത് വരാത്തത് എന്തുകൊണ്ട്? സാഹപ്പളും പറയും, കോഴി ആ ചിറക് ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടൊന്നും തിരക്കടില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് നടക്കാം. ആ ചിറക് ഞാൻ എൻ്റെ ചിറകിൻ്റെ ഉള്ളിലാക്കി ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ അതാണ് വിട്ടിട്ട് കയറിന്റെ കഷ്ണം പൊട്ടിച്ചു വിട്ടു കൊടുത്തൊക്കെ കൂടെ പോക്ക് കാണാം. അപ്പൊ എല്ലാവരും പാഞ്ഞിട്ട് വരും. ഇപ്പൊ ചിലപ്പോൾ സംഗമം കഴിഞ്ഞ സമയത്ത് ഉസ്താദ് പറഞ്ഞാണ്, വിളിച്ചാൽ ആർക്കും വരാൻ വയ്യെങ്കിൽ എളുപ്പാ ഞാൻ ആ കയറൊന്നെ പൊട്ടിച്ചു കൊടുത്താൽ മതി, തപ്പാഞ്ഞ് വരും എല്ലാവരും കൂട്ടി. അപ്പൊ അവനാ എഴുതുന്ന വരയും ഓരോ വരയുടെയും ഓരോ മന്ത്രത്തിന്റെ ഒക്കെ ആ ഫലം നേരെ അവർ തേനെ കാണുമ്പോ ഓടി വരും. അതെന്തുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ അവറാദിലും ഓരോ ദുആയിലും എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് വേണ്ടിയാണ്, എൻ്റെ ഈശ്വരന്മാർക്ക് ഒരാൾക്കും സംഭവിക്കരുത്, ഒന്നും സംഭവിക്കരുത് എന്നുള്ള എൻ്റെ ദുആ. അതാണ് ശൈഖുന എപ്പോഴും കൊണ്ടിരുന്നത്. ആ ചിറകിനുള്ളിലാക്കി തന്നെയാണ് എല്ലാവരെയും ആരൊക്കെ ഉസ്താദിനെ കൈപിടിച്ചോ അവരൊക്കെ ആ കൈയിന്റെ ചിറകിന്റെ ഉള്ളിലാക്കി ശൈഖുന കൊണ്ടു നടന്നു. ഇനിയും നമുക്കത് നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ബന്ധം വിടാതെ ശൈഖുനയുടെ ആ താല്പര്യത്തിനനുസരിച്ച് പരമാവധി എല്ലാ നിലക്കും നിങ്ങൾക്ക് സഹകരിക്കണം. സ്ഥാപനത്തിന്റെ വിഷയങ്ങൾ മാനേജർ പറയും. നമുക്കറിയാം പ്രത്യേകിച്ച് ഒന്നും ഉസ്താദ് ബാക്കിയാക്കാതെയാണ് നമ്മൾ വിട്ടു പറഞ്ഞ് പോയിരിക്കുന്നത്. ഏകദേശം കുട്ടികളെ അനുസരിച്ച് 13,000 രൂപയാണ് ഇപ്പൊ ചെലവ് വരുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് പുതിയ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്.
ഇനി കൂടുതലും ചെലവ് വരികയാണ്. അപ്പൊ നമ്മളൊക്കെ ഈ ഒരു സംഗമത്തിൽ കരുതേണ്ടത് ഓരോരുത്തരും ഒരു ദിവസത്തെ ചെലവ് ഒരു വർഷത്തിനുള്ളിൽ, അത് പല സമയങ്ങളിലായിട്ട് 1, 2, 3 ഒക്കെ ആയിട്ട് അരിയുടെ പൈസയോ മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു നിയത്ത് വെക്കുകയാണെങ്കിൽ, നമ്മളൊരു 100-500 ആളുകൾ ഈ ഒരു ദിവസത്തെ ചെലവ് എടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ സ്ഥാപനം മുന്നോട്ട് പോകും. നമ്മൾ ആരും വിഷമം കരുതേണ്ടതില്ല. അതെന്ത് ചെയ്യും, നല്ല നിയത്തോടു കൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഉസ്താദ് തന്നെ അതിന്റെ വഴി നമുക്ക് തുറന്നു തരും. ഈ കാലം അത്രയും അങ്ങനെയാണ്. ഏത് സമയത്താകട്ടെ ഏത് പിരി ഉസ്താദ് വഹിക്കുകയാണെങ്കിലും എന്തെങ്കിലും പരിപാടിയാകട്ടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ചോദിക്കുമ്പോൾ 2 കണ്ണും കൂട്ടി ഏറ്റെടുത്തവർക്കൊക്കെ അത് ആദ്യം അതായിട്ടേ എന്താവുള്ളൂ. ചിലപ്പോൾ ഉസ്താദ് നമ്മൾ തമാശയിൽ പറഞ്ഞു, ഉസ്താദ് ചോദിച്ചതാക്കി ബാക്കി നമുക്കുള്ള ആയിട്ടില്ലല്ലോ അറിയും, വേറെ വന്നോളും തരും. അപ്പൊ അന്നാണ് ഉസ്താദ് നമ്മളൊരു വിഷയത്തില് സേവനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തോളം അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ആ രൂപത്തിലൊക്കെ സഹകരിക്കണം. അൽഹംദുലില്ലാ ഈ പരിപാടി ഇവിടെ വരുമ്പോഴേക്കും എല്ലാവരും പല രൂപത്തിലും വാട്സപ്പിലൂടെ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴേക്കും ഇതിന് വേണ്ട എല്ലാ സംഭവങ്ങളും സഹകരിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകുമാറാവട്ടെ. എല്ലാവർക്കും ശൈഖുനയുടെ മദതും പൊരുത്തവും ഒക്കെ നൽകുമാറാവട്ടെ. ഖാദിരിയ മജ്‌ലിസിന്റെ ഗ്രൂപ്പ് ഇൻഷാ അല്ലാഹ് തുടരും. ശൈഖുന എല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതോടൊപ്പം എല്ലാവരും അറിയിക്കാനുള്ളത്, ഈ സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വിമ്മിംഗ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം അതിന് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഫേസ് 1 അടുത്ത് ആരംഭിക്കുന്നുണ്ട്. ഫേസ് 2 ചെയ്യാത്തവരൊക്കെ ഇൻഷാ അല്ലാഹ് അതും ചെയ്യണം. അതൊക്കെ ശൈഖുന നേരത്തെ തന്നെ മദീനത്ത് തീരുമാനമായിരുന്നു. ആദ്യം നമ്മളൊക്കെ അത് എതിർത്തിരുന്നു. ആദ്യം മദീനത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഉസ്താദും മുണ്ടക്കസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്ന് കൊറോണ വന്നിട്ടില്ല, ഈ ഇങ്ങനെ ഒരു സംവിധാനം ഒന്നും ആയിട്ടില്ല. ബ്ലോക്ക് ആകുന്നതിന് മുമ്പ്, ലോക്ക്ഡൗൺ വന്നിട്ടില്ല, അതിന് മുമ്പ് ഉസ്താദ് ഞങ്ങളെ അങ്ങനെ വിളിച്ചുവിട്ടിട്ട് അഭിപ്രായം ചോദിച്ചതാണ്. എന്ത് ക്ലാസ് ഇങ്ങനെ ഓൺലൈനിലേക്ക് മാറ്റാന്ന്. അപ്പൊ നമ്മളൊക്കെ കണിശമായി അന്ന് അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഉസ്താദ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അപ്പൊ വന്നോളുന്നല്ലോ പറഞ്ഞ പോലെ തന്നെ ആലോചിച്ചു. അൽഹംദുലില്ലാ ആ തീരുമാനമായപ്പോഴേക്ക് കൊറോണ വന്നു. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറി. ഉസ്താദ് ഇപ്പൊ അൽഹംദുലില്ലാ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 തഖസ്സുസും എല്ലാം ഉസ്താദ് ക്ലാസ് എടുത്ത് പൂർത്തിയാക്കി നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇജാസത്ത് കൊടുക്കാനും ഒന്നേരം ഉസ്താദിന്റെ ശിഷ്യന്മാര് മുതിർന്നവർ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നേരം കൊണ്ടൊക്കെ ഉസ്താദ് ഒന്നേരം വാപ്പച്ചിയുള്ള കാലത്ത് വാപ്പച്ചിയോടെ ബന്ധം സ്ഥാപിച്ചവരും വാപ്പച്ചി ഇജാസത്ത് കൊടുത്തതുമാണ്. ഫേസ് 2 ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉസ്താദ് ഞങ്ങൾ ശേഖരനെ അവിടുന്ന് മുണ്ടക്ക സ്ഥാനത്ത് പറഞ്ഞാൽ പിന്നെയാണ് ഉസ്താദ് ഫേസ് 2 ഒക്കെ തുടങ്ങിയത്. അപ്പൊ യോഗത്തിൽ എല്ലാം ഉസ്താദ് കൈമാറിപ്പോന്ന് ഇവിടെ ഉണ്ട്. ഉസ്താദിന്റെ 50ഓളം വർഷം ഉസ്താദിന്റെ സഹവാസം കിട്ടിയവരാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ക്ലാസ് ഇവിടെ നടക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും ഒരു സഹകരണമാണ് ഇനി വേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിന് അത് അനിവാര്യമായ ഒന്നാണ്. സ്ഥാപനത്തിന് നിങ്ങളൊക്കെ ഒരു ചെറിയ സഹകരണം എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് പരമാവധി ആളുകൾ ഇൻഷാ അല്ലാഹ് എത്തിക്കുക. 6000 രൂപയാണ് ഫേസ് 1 ഫീസ് ഉണ്ടായിരുന്നത്, 5000 രൂപയാക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. തഖസ്സുസും എല്ലാത്തിനും ഫീസ് ചെറിയ അളവൊക്കെ ഫീസ് എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് ആളുകളെ ഉസ്താദുമാരെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഇത് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്ഥാപനത്തിന് ഒരു സഹായമാക്കാനും സാധിക്കും. കിതാബുകളും പുസ്തകങ്ങളും മരുന്നുകളും എല്ലാം പഴയ രൂപത്തിൽ തന്നെ നിങ്ങളൊക്കെ മുമ്പിലേക്ക് എത്തും. ആവശ്യമായവരൊക്കെ എല്ലാം അത് ഉപയോഗപ്പെടുത്തി ഏതൊക്കെ രൂപത്തിൽ എനിക്ക് ഇത് സ്ഥാപനവുമായിട്ട് സഹകരിക്കാൻ സാധിക്കുമോ ആ രൂപം മുഴുവൻ നമ്മളിപ്പോൾ ഉണ്ടാവണം. എല്ലാവരുടെയും നിറഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അന്നേരായ ഉസ്താദിനെ ക്ഷണിക്കുന്നു.